അജിത്തേട്ടാ ഇതെന്താ ബി പി? ബീം എക്സിക്യൂഷൻ പ്ലാൻ, അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല? ഓക്കെ, ഇത് വൺ ഓഫ് ദി മേജർ ഡോക്യുമെൻ്റ് ആണ്. ഒരു ബീം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഈ BEP പറഞ്ഞ അഥവാ ബീം എക്സിക്യൂഷൻ പ്ലാൻ പറയുന്ന ഡോക്യുമെൻറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മെനി പ്രൊജക്ട്സ് ഫെയിലിയർ ആവാനുള്ള കാരണമോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള കാരണമോ ഈ BEP പറഞ്ഞ ഡോക്യുമെൻറ്റിനെ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഇനി BEP എന്താണെന്നുള്ളത് ഞാനൊരു ബ്രീഫായിട്ട് പറയാമല്ലോ. BEPയിൽ നമുക്ക് ഒരുപാട് മെയിൻ കണ്ടൻറ് അറിയാം. ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റിൻ്റെ ഇൻഫോർമേഷൻ, എന്താണ് പ്രൊജക്റ്റിൻ്റെ നെയിം, എന്താണ് എൻ്റെ ലൊക്കേഷൻ, എന്താണ് ഏരിയ, ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുണ്ടാവും. സെക്കൻഡ്ലി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെയിൻ കോൺട്രാക്ടേഴ്സ്, ക്ലയൻറ്റ്, അവരുടെ നെയിം എന്താണ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. തേർഡ്ലി ഈ സ്കോപ്പ് ഓഫ് ദ പ്രൊജക്റ്റ്, എന്തുകൊണ്ടാണ് BIM ഈ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. BIM നമുക്ക് പല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഡിസൈന് വേണ്ടി യൂസ് ചെയ്യാം, ക്വാണ്ടിറ്റി ടേക്ക് ഓഫിന് യൂസ് ചെയ്യാം, ഫ്ലാഷ് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യാം, അനാലിസിസ് യൂസ് ചെയ്യാം, റെൻഡറിങ് യൂസ് ചെയ്യാം, പല ഘടകങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് BIMൻ്റെ സ്കോപ്പ് എന്താണ് അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിന് കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് LOD, മേജറായിട്ട് എല്ലാവരും കുറേ കോംപ്ലിക്കേറ്റ് ആയിട്ട് കാണുന്നൊരു എലമെൻ്റ് ആണത്. ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്, എത്ര ലെവലിലാണ് നമ്മൾ ഈ BIM എക്സിക്യൂട്ട് ചെയ്യാൻ ഈ പ്രൊജക്റ്റിന് നമ്മൾ ആവശ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ LOD 100 തൊട്ട് 500 വരെ ഉണ്ട്. ഏത് ഡീറ്റെയിലാണ് ഇവിടെ ആവശ്യം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇന്ന് കിട്ടും. പിന്നെ സോഫ്റ്റ്വെയർ ഏതാണ് യൂസ് ചെയ്യുന്നത്. BIM എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർസ് ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ ആർക്കിക്കാഡ് ഉണ്ട്, റിവിറ്റ് ഉണ്ട്, ടെക്ലി ഉണ്ട്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർസ് ആണ് ഏത് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിന് കിട്ടും. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, അതായത് മീറ്റിംഗ്, മന്ത്ലി മീറ്റിംഗ് ഉണ്ടോ, വീക്ക്ലി മീറ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന FTP പ്രോട്ടോകോൾ എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിന് കിട്ടും. ചുരുക്കി പറയുകയാണെങ്കിൽ BEP ഒരു ബ്ലൂ പ്രിൻ്റാണ്, അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് ഫോർ എ സക്സസ്ഫുൾ പ്രൊജക്റ്റ്. നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ BIM എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് എല്ലാവരും ഒരു അലൈൻമെൻറ്റ്, പറഞ്ഞ എല്ലാ പങ്കെടുക്കുന്ന ആൾക്കാർക്കും കറക്റ്റായിട്ട് ഒരു അലൈൻമെൻറ്റ്, ഒരു കോമൺ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അലൈൻമെൻറ്റ്